ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് എങ്ങനെ ചെയ്യണമെന്നറിയാതെ നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ അറിഞ്ഞുകൂടാതെ നമ്മൾ തലയ്ക്ക് ഭ്രാന്തായിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന്. അതേസമയം നമ്മൾ അത് ചെയ്യാനുള്ള വഴി കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾക്കത് വളരെയധികം സന്തോഷം തരുന്നതായിരിക്കും. നമ്മൾ ഗോൾ ചെയ്യുന്ന വഴി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒന്നാണ്. കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വഴി തെറ്റാണെങ്കിൽ, ആ പ്രോസസ്സ് തെറ്റാണെങ്കിൽ നമ്മൾ ആകപ്പാടെ ചിന്തിച്ച് തലപുണ്ണാക്കി 24 മണിക്കൂർ അതിനെക്കുറിച്ച് ചിന്തിച്ച് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഉറക്കമൊന്നും കിട്ടാതെ നമ്മൾ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോകുന്നതായിരിക്കും. ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരിക്കും. അതേസമയം നമ്മൾ ഗോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ് ശരിയാണെങ്കിൽ നമ്മൾ വളരെയധികം സന്തുഷ്ടരായിട്ട് മാറുന്നതായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പോലീസുകാരനുണ്ടെന്ന് വയ്ക്കുക. അയാൾക്കൊരു സീരിയൽ കില്ലറിനെ പിടിക്കണം. അയാൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഓവർ ടെൻസ്ഡായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കുകയാണ് എങ്ങനെ പിടിക്കണമെന്ന്. കാരണം അത്രയ്ക്കും പ്രഷറുണ്ട് അയാളുടെ തലയിൽ. അപ്പോൾ എങ്ങനെ പിടിക്കണം എന്നറിയാതെ അയാൾ ആകെ മൊത്തം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയാൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അയാൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അയാളുടെ ഉറക്കം നഷ്ടപ്പെടും. അല്ലാതെ വേറൊരു ഗുണവും അതിൽ നിന്നും ഉണ്ടാകത്തില്ല. ആകെ മൊത്തം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് പോകും. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആ സമയം കൊണ്ട് ആ സീരിയൽ കില്ലറാണെങ്കിൽ അവിടെ ഓടി നടന്ന് കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ സീരിയൽ കില്ലർ അയാളെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് ആ പോലീസുകാരൻ ഒരു സ്ട്രാറ്റജി പ്രയോഗിക്കുകയാണ്. പണ്ടുള്ള സീരിയൽ കില്ലറുകൾ നടത്തിയിട്ടുള്ള കേസ് തെളിയിച്ച ഫയലുകൾ എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും. ജയിലിൽ പോയി പണ്ട് സീരിയൽ കില്ലിംഗ് ഒക്കെ ചെയ്ത് അകത്തായ ആളുകളടുത്തൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ അവർ സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരെ കുനിച്ചു നിർത്തി ഇടിക്കുകയാണെങ്കിൽ അവർ മൊഴിയും എങ്ങനെയാണ് അവരുടെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് അയാൾ പണ്ട് ഈ കേസൊക്കെ തെളിയിച്ചിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസറിൻ്റെ അടുത്തൊക്കെ പോയി വിനയപൂർവ്വം അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവരും പറഞ്ഞു കൊടുക്കും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇയാൾക്കൊരു ഐഡിയ ജനറേറ്റ് ആവും തലയിൽ. പിന്നീട് അയാൾക്ക് കേസ് തെളിയിക്കാനായിട്ട് സാധിക്കും. ആ സീരിയൽ കില്ലറിനെ പോയി പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അയാൾ കത്തിയെടുത്ത് കാണിക്കുകയാണെങ്കിൽ ആ സീരിയൽ കില്ലർ തോക്കെടുത്ത് കാണിക്കണം. അപ്പോൾ ആ സീരിയൽ കില്ലർ കത്തിയൊക്കെ താഴെ ഇട്ടിട്ട് കീഴടങ്ങും. അങ്ങനെ അവനെ പിടിക്കാനായിട്ട് സാധിക്കും. വേറൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കൊരു നടനാണെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് സീനാണ് അഭിനയിച്ച് കാണിച്ചത്. അതേസമയം ഒരു പ്രേമ സീൻ ഞാനിപ്പോൾ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ശരിയായിട്ടില്ല ഞാൻ ചെയ്തതെന്ന്. അപ്പോൾ ഇതൊക്കെ ശരിയാക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കായാലും ശരി തന്നെ നമുക്ക് വേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് പാഷനും, വേറൊന്നെന്ന് പറയുന്നത് സ്കില്ലും, കഴിവും എന്ന് പറയും. പാഷൻ എന്ന് പറയുന്നത് അടങ്ങാത്ത ആഗ്രഹം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നത് എന്തിനെയാണോ പാഷൻ എന്ന് പറയുന്നത്. പിന്നീട് കഴിവെന്ന് പറയുന്നത് ഒരു കാര്യം നിസ്സാരമായിട്ട് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ കഴിവെന്ന് പറയുന്നത്. നമ്മുടെ പാഷനും കഴിവും നമ്മളുടെ ഒത്തുവരികയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മുന്നേറാനായിട്ട് സാധിക്കും. നമ്മൾ വളരെയധികം സന്തുഷ്ടന്മാരായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പാഷൻ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്ന് വെച്ചാൽ, നമ്മുടെ പാഷനെ നമ്മൾ കഴിവുമായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ വളരെയധികം സന്തുഷ്ടരും സക്സസ്ഫുള്ളുമായിട്ടുള്ളൊരു മനുഷ്യരായിട്ട് മാറുന്നതായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിക്കാനുള്ള പാഷനുമുണ്ട്, കഴിവുമുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴേക്കും പുള്ളി ഒരു വലിയൊരു സക്സസ്ഫുൾ ലെജൻഡായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതേസമയം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുക്കുകയാണ്, മെസ്സിനെ എടുക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് മെസ്സിയുടെ അത്ര കഴിവില്ല. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാഷനായിട്ടാണ് ഫുട്ബോൾ കളിയോട്. ആ പാഷൻ കാരണം പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് വളരെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അതേസമയം മെസ്സിക്ക് തൻ്റെ കഴിവും പാഷനും കൂടെ ഒരുമിച്ച് വന്നപ്പോഴേക്കും ഫുട്ബോളിൽ ഒരു ലെജൻഡ് ആവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് പാഷനേറ്റായിട്ട് പണിയെടുത്തതുകൊണ്ട് ഫുട്ബോളിൽ വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയും മെസ്സിയുടെ ഒപ്പം തന്നെ ഒരു സ്ഥാനത്ത് ഇരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു.